26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. കേരളത്തിൽ സ്വർണ്ണവിലയിൽ നിന്ന് നേരിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധം വീണ്ടും ശക്തിപ്പെട്ടതിനാൽ ക്രൂഡ് ഓയിൽ വില കുതിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ ഡോളർ സൂചിക ഉയരുകയും സ്വർണ്ണവില കുറയുകയും ചെയ്യുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. കേരളത്തിൽ സ്വർണ്ണവിലയിൽ നിന്ന് നേരിയ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1 ഗ്രാം സ്വർണ്ണത്തിന് 10 രൂപയും പവന് 80 രൂപയുമാണ് കുറഞ്ഞിട്ടുള്ളത്. ആഗോള വിപണിയിൽ സ്വർണ്ണവിലയിലുണ്ടായ നേരിയ ഇടിവാണ് സംസ്ഥാനത്തും പ്രതിഫലിച്ചിരിക്കുന്നത്. നിലവിൽ ക്രൂഡ് ഓയിൽ വില കുതിക്കുകയാണ്. യുദ്ധം ശക്തിപ്പെട്ട സാഹചര്യത്തിൽ ക്രൂഡ് വില ഇനിയും കുതിക്കുമെന്നാണ് പ്രതീക്ഷ. ഇതോടെ ഡോളർ സൂചിക ഉയരുകയും സ്വർണ്ണവില കുറയുകയും ചെയ്യുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം കടുത്തതോടെ ഡോളർ മൂല്യം ഉയർന്നതും ഇന്ന് വിലയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇറാന്റെ തന്ത്രപ്രധാനമായ മേഖലകളിലെല്ലാം ശക്തമായ ആക്രമണമാണ് നിലവിൽ US നടത്തുന്നത്. ഹോർമുസ് കടലിടുക്കിന് ഏറ്റവും സമീപത്തുള്ള ഇറാന്റെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങൾ ലക്ഷ്യം വെച്ചാണ് US ആക്രമണം ഇപ്പോൾ നടത്തുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ബന്ദർ അബ്ബാസ്, സിരിക്, ഖേഷം ദ്വാബ്, ബന്ദർ ലേംഖെ തുടങ്ങിയ പ്രദേശങ്ങളിലും US സൈനിക ആക്രമണങ്ങൾ നടത്തിയിരുന്നു. കനത്ത നാശനഷ്ടമാണ് ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്തത്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാകുന്ന പ്രദേശങ്ങൾ വെച്ച് ഇനിയും ആക്രമണം തുടരുമെന്ന് US പറയുന്നുണ്ട്. ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് പണപ്പെരുപ്പ ഭീഷണിയും ഉയരാൻ കാരണമാകും. പണപ്പെരുപ്പം പിടിച്ചുകെട്ടാൻ US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഉയർത്താനുള്ള സാധ്യതയും ഇതോടെ കൂടിയിട്ടുണ്ട്. അതിനാൽ തന്നെ പലിശ നിരക്ക് സംബന്ധിച്ചുള്ള കെവിൻ വാർഷിന്റെ പ്രതികരണം സ്വർണ്ണ വിപണിക്ക് നിർണായകമാണ്. പണപ്പെരുപ്പം പിടിച്ചുകെട്ടുന്നതിനായി US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഉയർത്തിയാൽ അത് സ്വർണ്ണത്തിന് വലിയ തിരിച്ചടിയായേക്കും. കാരണം പലിശ നിരക്ക് ഉയർത്തുമ്പോൾ ഡോളറിന്റെ മൂല്യം കൂടും. ഇതോടെ നിക്ഷേപകർ സ്വർണം ഉപേക്ഷിച്ച് സർക്കാർ കടപ്പത്രങ്ങളിലും ബോണ്ടുകളിലും നിക്ഷേപിക്കാൻ തുടങ്ങും. സ്വർണത്തിന്റെ ഡിമാൻഡ് കുറയുന്നതോടെ സ്വാഭാവികമായും വില താഴേക്ക് പോകും. ഈ ഘട്ടത്തിൽ സ്വർണ്ണവില 1 ലക്ഷത്തിനും താഴേക്ക് പോകാനുള്ള സാധ്യത ഏറെയാണെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. അന്താരാഷ്ട്ര വില 3400 വരെയൊക്കെ ഇടിയുകയാണെങ്കിൽ കേരളത്തിൽ 1 പവൻ വില 90,000-നും താഴേക്ക് പോയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.